അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതൊക്കെയാണ് രാവിലെ മുതൽ സംഭവിച്ച വാർത്തകളുടെ തലക്കെട്ടുകൾ. ഒരുപാട് വാർത്തകൾ സംഭവിക്കുന്ന ദിവസമാണ്. നാളെ മൂന്നാം ഘട്ടം അതിൻ്റെ പ്രചരണം, അതിൻ്റെ കലാശക്കൊട്ട് അടക്കമുള്ള കാര്യങ്ങൾ ബാക്കിയാണ്. നമ്മൾ ഇന്ന് പോകുന്ന ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മുടെ കമന്റ് ബോക്സിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല തിങ്കളാഴ്ച, ഒരു ഗംഭീരമായ ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. ആദ്യ വാർത്തയിലേക്ക് പോകുന്നു. മാസപ്പടിയിൽ അന്വേഷണമില്ല. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണമില്ല. അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കുഴൽനാടൻ MLA-യുടെ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി. കരിമണൽ കമ്പനിക്ക് അനധികൃതമായ ആനുകൂല്യം നൽകി എന്നായിരുന്നു ഹർജിയിലെ ആരോപണം. കോടതി നടപടി നിയമപരമായ തിരിച്ചടിയാണെന്നും തെളിവുകളിലെ പ്രശ്നങ്ങൾ പരിശോധിക്കുമെന്നും മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ഉടമസ്ഥയിലുള്ള എക്സാലോജി കമ്പനിക്ക് CMRL പണം നൽകിയത് കരിമണൽ ഖനാനുമതിയുടെ പ്രത്യുപകാരമെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ വാദം. തെളിവെന്നവകാശപ്പെട്ട് 5 രേഖകളും കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ രേഖകൾ മതിയായ തെളിവല്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി മാത്യുവിന്റെ ഹർജി തള്ളിയത്. ഇതോടെ വിജിലൻസ് കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണം മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കുമെതിരായി ഉണ്ടാകില്ല. KMRL കമ്പനിക്ക് മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് ഖനനാനുമതി നിഷേധിച്ചിട്ടും മുഖ്യമന്ത്രി പ്രത്യേക യോഗം വിളിച്ച് കമ്പനിക്ക് അനുകൂല നിലപാടെടുത്തു എന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ പ്രധാന വാദം. ഇതിനായി യോഗത്തിന് മിനിറ്റ്സ് രേഖയും ഹാജരാക്കി. എന്നാൽ സർക്കാരിന്റെ നയപരമായ തീരുമാനം ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്നായിരുന്നു വിജിലൻസിന്റെ മറുവാദം. ഹാജരാക്കിയ തെളിവുകളിൽ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടതിൽ എന്ത് തെളിവാണുള്ളതെന്നും ഒരു ഘട്ടത്തിൽ കോടതി ചോദിച്ചു. മാത്രമല്ല, ഹർജിയിലെ ആരോപണങ്ങൾ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ എങ്ങനെ വരുമെന്ന ചോദ്യവും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഹർജി നിയമപരമായ തിരിച്ചടിയാണെന്ന് പറഞ്ഞ മാത്യു ഹാജരാക്കിയ തെളിവുകളിലെ ന്യൂനതകൾ പരിശോധിക്കുമെന്നും പ്രതികരിച്ചു. നിയമപരമായൊരു സെറ്റ് ബാക്കാണോ? സെറ്റ് ബാക്കാണ്. ഒരു നിയമ പോരാട്ടത്തിലൊരു തിരിച്ചടിയാണ്. അതുകൊണ്ട് ഞാനത് പഠിച്ചതിന് ശേഷം അതിൻ്റെ അടുത്ത ഡ്യൂ കോഴ്സാണ്. കെട്ടിച്ചമച്ച കേസെന്ന് വ്യക്തമായെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പ്രതികരിച്ചു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ് ഉള്ളി ഒളിച്ചതുപോലെയായിരിക്കുമെന്ന്. ഈ മാത്യു കുഴൽനാടൻ സ്വീകരിച്ചിട്ടുള്ള ഒരു സമീപനത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സ്വയം വിമർശനം നടത്തണം. കമ്പനിക്ക് കേസുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് മുഖ്യമന്ത്രിക്കോ വീണക്കോ എതിരായിട്ട് വന്നിട്ടുണ്ടോ? ഇത് ലാഭിനം പോലെ എല്ലാ ദിവസവും ഒരു കോടതി കൊടുക്കുക, ആ കോടതി കളിയാ വേറൊരു കോടതി കൊടുക്കുക, എന്നിട്ട് കോടതിയെ മോക്കറിയാക്കുക. ഹർജി തള്ളിയതോടെ CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ മാത്യു കുഴൽനാടൻ നടത്തിയ ഒറ്റയാൾ പോരാട്ടത്തിനാണ് തിരിച്ചടിയായത്. 24 തിരുവനന്തപുരം. അപ്പോൾ എന്തായാലും മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയെയും മകളെയും പ്രതിരോധത്തിൽ നിർത്തുന്ന കോൺഗ്രസ് ശ്രമത്തിന് ഉള്ള തിരിച്ചടിയാണ് വിധി. കോടതി മേൽനോട്ടത്തിലെ അന്വേഷണ നീക്കം പാളിയതോടെ ED അന്വേഷണം ഉയർത്തിയാകും ഇനി പ്രതിപക്ഷം LDF-നെ നേരിടുക. മാസങ്ങളായി പുകഞ്ഞുകൊണ്ടിരുന്ന വിവാദത്തിൽ തൽക്കാലം മുഖ്യമന്ത്രിക്ക് ആശ്വസിക്കാം. കോടതി മേൽനോട്ടത്തിൽ വിജിലൻസ് അന്വേഷണമെന്ന ആവശ്യം തള്ളിയത് കോൺഗ്രസിന് പക്ഷേ കടുത്ത ക്ഷീണമായി. തെരഞ്ഞെടുപ്പിലടക്കം UDF ഇടത് സ്ഥാനാർത്ഥികളെ നേരിട്ടത് മാസപ്പടി വിവാദമുയർത്തിയാണ്. രാഹുൽ പിണറായി ഏറ്റുമുട്ടലിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചതും മുഖ്യമന്ത്രിക്കെതിരെയുള്ള മാസപ്പടി പരാമർശം. EDയെ ഇറക്കി കേന്ദ്രം കുരുക്കുമുറുക്കുന്നതിനിടെയാണ് മാത്യു കുഴൽനാടൻ സമാന്തരമായി വിജിലൻസ് അന്വേഷണം കൂടി നടത്താൻ മുന്നിട്ടിറങ്ങിയത്. പക്ഷേ വേണ്ട തെളിവുകളില്ലെന്ന് പറഞ്ഞ് കോടതി തള്ളിയത് തിരിച്ചടിയായി. കേസ് കെട്ടിച്ചമച്ചതെന്നായിരുന്നു അന്നുമുതൽ ഇടതുമുന്നണി നേതാക്കൾ ഉയർത്തിയ പ്രതിരോധം. കോടതി വിധി കൂടി അനുകൂലമായതോടെ ഇനി കോൺഗ്രസിനെ നേരിടുക ഈ വടി ഉപയോഗിച്ചായിരിക്കും. ED അന്വേഷണമാണ് കോൺഗ്രസിന് ഇനിയുള്ള പിടിവള്ളി. EDയുടെ തുടർനീക്കമുയർത്തി മുഖ്യമന്ത്രിയെ വീണ്ടും സമ്മർദ്ദത്തിലാക്കാനായിരിക്കും UDF-ന്റെ ആലോചന. 24 തിരുവനന്തപുരം. അപ്പോൾ ഒരുപാട് രാഷ്ട്രീയ ചർച്ചയായ ഒരു വിഷയമാണ് മാസപ്പടി കേസ്. അപ്പോൾ അത് സ്വാഭാവികമായും കോടതിയിൽ നിന്ന് അത്തരം ഒരു തീരുമാനമുണ്ടാകുമ്പോൾ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ തീരുകയല്ല, അത് തുടരുകയാവും ചെയ്യുക. അരുൺ ജി മുട്ടോട് പറയുകയാണ്, ആഷ്മി ബ്രോ, പാചകവാതക സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്ന വിതരണക്കാർ സിലിണ്ടറിന്റെ ഗുണമേന്മ കൂടി പരിശോധിക്കണം. തുരുമ്പെടുത്തതും ലീക്കേജ് ഉള്ളതും കാലഹരണപ്പെട്ടതുമായ കുറ്റികളാണ് പലരും വിതരണം ചെയ്യുന്നത്. അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ ഗുരുതര പ്രശ്നമാണ്. എന്തായാലും അത് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നവുമാണ്. അരുൺ, ആശങ്കയിൽ തീരം. സംസ്ഥാനത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ച ഓറഞ്ച് അലർട്ട് തുടരുന്നു. വൈകിട്ട് 3:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്നാണ് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കടലാക്രമണത്തിൽ ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ ജനവാസ മേഖലയിലേക്ക് വെള്ളം ഇരച്ചു കയറി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഓറഞ്ച് അലർട്ടാണ്. ഇന്ന് വൈകിട്ട് 3:30 വരെ 1.5 മീറ്റർ വരെ ഉയരത്തിൽ ഉയർന്ന തിരമാലയ്ക്കും ശക്തമായ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം.
കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് ആലപ്പുഴ വളഞ്ഞ വഴിയിൽ നിരവധി വീടുകൾ തകർച്ചാ ഭീഷണിയിലാണ്. കോടികൾ ചെലവഴിച്ച് സ്ഥാപിച്ച ടെട്രോപോഡുകൾ കടലെടുത്തു. റോഡിൽ മണൽ നിറഞ്ഞതോടെ തൃക്കുന്നപ്പുഴ വലിയഴീക്കൽ റോഡിൽ ഗതാഗതം സ്തംഭിച്ചു. കടൽ ഭിത്തി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട നാട്ടുകാർ പ്രതിഷേധിച്ചു. കടൽ കയറുമ്പോൾ മാത്രം നോക്കാൻ വരും, വന്നേച്ചും പറയും എല്ലാം ശരിയാക്കാം. പിന്നെ ആ കടൽ അങ്ങോട്ട് പതിഞ്ഞു കിടന്നാൽ പിന്നെ ഒരു മനുഷ്യരെയും കാണത്തില്ല, ഞങ്ങൾ ഒരാളുകളും വരത്തില്ല. JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റാൻ ശ്രമം നടത്തിയെങ്കിലും നാട്ടുകാർ തടഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം വേലിയേറ്റ സമയത്ത് കടൽ കൂടുതൽ പ്രക്ഷുബ്ധമായാൽ ജനജീവിതം ദുസ്സഹമാകും. 24 തിരുവനന്തപുരം. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗവും കുറഞ്ഞു. 103.28 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ ഉപയോഗിച്ചത്. പീക്ക് സമയത്തെ വൈദ്യുതി ഉപഭോഗത്തിലും ആവശ്യകതയിലും കുറവുണ്ടായി. സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന ചൂടിന് നേരിയ കുറവുണ്ടായതോടെ വൈദ്യുതി ഉപഭോഗത്തിലും കുറവ് രേഖപ്പെടുത്തി. ഇന്നലെ സംസ്ഥാനത്ത് ഉപയോഗിച്ചത് 103.28 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ്. വൈകിട്ട് 6 മുതൽ രാത്രി 12 വരെയുള്ള പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകതയിലും കുറവ് രേഖപ്പെടുത്തി. 5482 മെഗാവാട്ടായിരുന്നു വൈദ്യുതി ആവശ്യകത. ശനിയാഴ്ച ഇത് 5754 മെഗാവാട്ടായിരുന്നു. പ്രാദേശിക വൈദ്യുതി നിയന്ത്രണം ഫലപ്രദമാകുന്നതാണോ, ഇന്നലെ അവധി ദിവസമായിരുന്നതാണോ ഉപയോഗം കുറയാൻ കാരണമെന്ന് KSEB പരിശോധിക്കും. ഇതിനായി KSEB ഉദ്യോഗസ്ഥരുടെ യോഗം ചേരും. രാത്രി 10 മണിക്ക് ശേഷമുള്ള വൈദ്യുതി ഉപയോഗത്തിൽ കുറവ് വന്നാൽ മാത്രമേ പ്രതിസന്ധിക്ക് അയവുണ്ടാകൂ എന്നാണ് KSEBയുടെ നിലപാട്. വൻകിട വ്യവസായ സ്ഥാപനങ്ങളിലെ രാത്രികാല ഷിഫ്റ്റ് ഒഴിവാക്കാൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉപയോഗം കുറഞ്ഞാൽ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നുള്ള ഉൽപ്പാദനം കുറയ്ക്കാനും KSEB ആലോചിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. ശ്രീരാജ് കാലിക്കട്ട് ചോദിക്കുകയാണ്, ഗുഡ് ആഫ്റ്റർനൂൺ. ചൂടിനൊരു രക്ഷയുമില്ല, മഴ അടുത്ത് വരുമോ, കൃത്രിമമായ പെയ്ച്ചൂടും ചോദിക്കുന്നു. സലാം പറയുകയാണ്, കേരളത്തിൽ ക്ലൗഡ് സീഡിംഗ് കൊണ്ടുവരേണ്ടി വരും, എന്നാലേ ഭൂമി തണുക്കൂ. ഇപ്പോൾ ഈ ക്ലൗഡ് സീഡിങ്ങും കൃത്രിമമഴയ്ക്കും കേരളത്തിലെ കുറച്ച് വിശാലമായ ഭൂപ്രകൃതിയിൽ പ്രാക്ടിക്കൽ അല്ല എന്നൊക്കെയാണല്ലോ ബന്ധപ്പെട്ടവർ പറയുന്നത്. ഒന്നുകൂടെ ക്ഷമിക്കാം. എന്തായാലും വ്യാഴാഴ്ച മുതൽ ഒറ്റപ്പെട്ടതല്ലാത്ത അത്യാവശ്യം നീണ്ടു നിൽക്കുന്ന വേനൽ മഴ ഉണ്ടാകും എന്നൊക്കെയാണല്ലോ കാലാവസ്ഥാ പ്രവചനം. നമുക്ക് കാത്തിരിക്കാമെന്നേ. മഴ എന്തായാലും അടിയന്തരമായി വേണം താനും. പത്തനംതിട്ടയിൽ അരളിച്ചെടിയുടെ ഇല തിന്ന് പശുവും കിടാവും ചത്തു. 2 ദിവസം മുൻപാണ് സംഭവം. തെങ്ങമം സ്വദേശിയുടെ പശുക്കളാണ് ചത്തത്. വിവരങ്ങളുമായി ശ്രീകുമാർ ചെയ്യുന്നു. ശ്രീത്ത്, അപ്പോൾ അരളിച്ചെടി കൂടുതൽ സംശയത്തിൻ്റെ നിലയിലേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഈ പശുവും കിടാവും ചത്തത് ഈ അരളിച്ചെടി കൊണ്ട് തിന്നതുകൊണ്ടാണ് എന്ന് തോന്നലുണ്ടാവാൻ കാരണം എന്താണ് ശ്രീത്ത്? അതായത് കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ അരളിയുടെ ചെടി അടക്കമുള്ള പുല്ല് കൊടുക്കുന്നത് ഈ പശുവിനും കിടാവിനും. അത് 2 പശുക്കൾക്ക്, ഇവരുടെ പങ്കജവല്ലി എന്നാണ് പേര്, അവരുടെ കുറേ പശുക്കൾ ഇതാ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. എന്തായാലും ഈ പശുവിന് കൊടുത്തു. അതിനുശേഷം ആദ്യഘട്ടത്തിൽ കിടാവിന് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇവർ വിചാരിച്ചത് ചക്ക തിന്നപ്പോൾ ഉണ്ടായ പ്രശ്നമെന്നാണ്. അതിനുശേഷം പിന്നീട് ആദ്യഘട്ടത്തിൽ കിടാവ് ചാവുന്നു. തുടർന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പശുവും ചാവുന്നു. അപ്പോഴാണ് ഡോക്ടർമാർ കൃത്യമായി തന്നെ പറഞ്ഞത് പോസ്റ്റ്മോർട്ടത്തിൽ ഇത് അരളിയുടെ അംശമുണ്ട് എന്ന് തെളിഞ്ഞതായി പറയുന്നത്. ഈ പങ്കജവല്യമ്മ, ഇവരാണ് ക്ഷീരകർഷക. ഈ ഒരു കുടുംബത്തിന് ഇതല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല. അവരോട് പ്രതികരണം നമുക്ക് തേടേണ്ടതുണ്ട്. ഇത് അരളിയാണെന്ന് ഡോക്ടർമാർ കൃത്യമായിട്ട് പറഞ്ഞു. അരളി തിന്നത് ഡോക്ടർ പറഞ്ഞാൽ ഞാൻ അറിയുന്ന അരളി തിന്നതാണ്. അരളി ഞാൻ വന്നപ്പോൾ മുന്നിൽ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ തിന്ന് കുഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അങ്ങ് മരിച്ചുപോയി. വയറ് വീർത്ത് അങ്ങ് മരിച്ചുപോയി. പശു 2 ദിവസം നിന്നു. അന്നേരം എല്ലാം ഞാൻ മിനിറ്റ് ഡോക്ടർ, നിങ്ങൾ ചക്ക തിന്നതിന്റെ ദഹനക്കടാന്ന് വിചാരിച്ചോ? ചക്ക തിന്നതാണെന്ന് പറഞ്ഞാൽ മരുന്നെല്ലാം വാങ്ങിച്ചു കൊടുത്തു. ഡോക്ടർ ഇവിടെ വന്നു, ഇഞ്ചക്ഷൻ എടുത്തു, മരുന്ന് കൊടുത്തു. 2 ട്രിപ്പ് ഇട്ടു. പിന്നെ 3 കുപ്പി മരുന്ന് കുത്തിവെച്ചു. പിന്നെ ചൂട് നോക്കി. പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്തു, നല്ലപോലെ രീതിയിൽ ചെയ്തു. അപ്പോഴാണ് അറിഞ്ഞത്. എന്തായാലും ഇവർ തൊട്ടടുത്ത പള്ളിക്കൽ വെറ്റിനറി ആശുപത്രിയിൽ കൊണ്ടുപോയി, സാമൂഹ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി. അവിടെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ അടക്കം ചെയ്തതിനു ശേഷമാണ് അരളിയുടെ അംശമാണ് ഇത്തരത്തിൽ മരണത്തിന് കാരണമാക്കിയത്, പശുക്കൾ ചാവാൻ കാരണമായതെന്ന് തിരിച്ചറിയുകയായിരുന്നു. എന്തായാലും കൂടുതൽ പഠനം ആരോഗ്യ മൃഗസംരക്ഷണ വകുപ്പ് ഈ വിഷയത്തിൽ നടത്തുന്നുണ്ട്. അതിനുശേഷം കൃത്യമായൊരു വിശദീകരണം നൽകാമെന്ന് അവരും പറയുന്നുണ്ട്. എന്തായാലും ക്ഷീരകർഷകരാണ് ഈ കുടുംബം. അവരുടെ 2 പശുക്കൾ കറന്നിരുന്ന 15 ലിറ്ററോളം പാൽ കറന്നിരുന്നു എന്നാണ് ഈ അമ്മ പറയുന്നത്. ആ 2 പശുവും കിടാവുമാണ് ഇപ്പോൾ ചത്തിരിക്കുന്നത്. വളരെ വേദനയുള്ള കാര്യമാണ്. അരളി അത്ര ശുദ്ധനല്ല എന്ന് വീണ്ടും തെളിയിക്കുകയാണ്. ശ്രീകുമാരാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വലിയ വേദനയിലാണ് കുടുംബം ഉള്ളത്. ഒരു ആമിന പറഞ്ഞു, ഹാഷ്ബ്രോ, ഈ അരളിച്ചെടിയുടെ കാര്യം ഇതിനു മുന്നേ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. ഇതിനു മുന്നേയും ഇങ്ങനെ നടന്നിട്ടുണ്ടാകാം മരണങ്ങൾ എന്നുള്ള. അരളി കുറച്ച് പ്രശ്നക്കാരനാണ്, കുറച്ച് അപകടകാരിയാണെന്നാണല്ലോ ഈ മറ്റേ ആ മരണത്തിൻ്റെ കെമിക്കൽ റിസൾട്ട് കൂടി വരുമ്പോൾ നമുക്കത് ആധികാരികമായി തന്നെ സ്ഥിരീകരിക്കാനും കഴിയും. ഒന്ന് സൂക്ഷിക്കുക അവനെ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours.
Laza Premium Gold, the universe's finest ice cream. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA, CMA, CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. MGM Group of Institutions. മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്ത രാജ്യം 93 മണ്ഡലങ്ങളിൽ നാളെയാണ് വോട്ടെടുപ്പ്. കഴിഞ്ഞ 2 ഘട്ടങ്ങളിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞ സാഹചര്യത്തിൽ മൂന്നാം ഘട്ടം നിർണായകമാകുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ വിലയിരുത്തൽ. ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ 93 സീറ്റുകളിലാണ് വോട്ടെടുപ്പ് നടക്കുക. കഴിഞ്ഞ 2 ഘട്ടങ്ങളിലായി 190 സീറ്റുകളിൽ വിധിയെഴുത്ത് പൂർത്തിയായി കഴിഞ്ഞു. ചൊവ്വാഴ്ചത്തെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിയുന്നതോടെ 284 സീറ്റുകളിലെ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകും. 1351 സ്ഥാനാർത്ഥികളുടെ ഭാഗധേയമാണ് നാളെ മൂന്നാം ഘട്ടത്തിൽ നിശ്ചയിക്കുക. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, മൻസുഖ് മാണ്ഡവ്യ, ജ്യോതിരാദിത്യ സിന്ധ്യ, പ്രഹ്ലാദ് ജോഷി, മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിങ്ങനെ നീളുന്നു നാളെ ജനവിധി തേടുന്ന പ്രമുഖ BJP നേതാക്കളുടെ പട്ടിക. ആദിർ രഞ്ജൻ ചൗധരി, ദിഗ്വിജയ് സിംഗ്, SP നേതാവ് ഡിംപിൾ യാദവ്, NCP നേതാവ് സുപ്രിയ സുലെ എന്നിവർ ഇന്ത്യ മുന്നണിയെ പ്രതിനിധീകരിച്ചും മത്സരരംഗത്തുണ്ട്. ഗുജറാത്തിലെ 26 മണ്ഡലങ്ങളും മൂന്നാം ഘട്ടത്തിലാണ് വിധിയെഴുതുന്നത്. കർണാടകയിലെ 14, മഹാരാഷ്ട്രയിലെ 11, ഉത്തർപ്രദേശിലെ 10, മധ്യപ്രദേശിലെ 9, ഛത്തീസ്ഗഡിലെ 7, ബീഹാറിലെ 5, അസമിലെയും ബംഗാളിലെയും 4 വീതം മണ്ഡലങ്ങളിൽ അടക്കമാണ് തെരഞ്ഞെടുപ്പ്. ഗോവയിലെ 2 മണ്ഡലങ്ങളും ദാദ്ര ആൻഡ് നാഗർ ഹവേലിയും നാളെ ബൂത്തിലെത്തും. കഴിഞ്ഞ 2 ഘട്ടങ്ങളിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് മുന്നണികളുടെ ആത്മവിശ്വാസത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. മൂന്നാം ഘട്ടം അതുകൊണ്ട് തന്നെ നിർണായകമാകുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ വിലയിരുത്തൽ. മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 24 ഡൽഹി. അപ്പോൾ ഏതെങ്കിലും ഒരു തരംഗമില്ലാത്തതിൻ്റെ സൂചനയാണ് അങ്ങനെ പോളിംഗ് ശതമാനം കുറയുന്നത് എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൂന്നാം ഘട്ടത്തിലെ പോളിംഗ് ശതമാനം ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നു മുന്നണികൾ. നൗഷാദ് ചോദിക്കുന്നു, ഇന്ന് കഥാപ്രസംഗമുണ്ടോ? നൗഷാദെ, കഥാപ്രസംഗത്തിൻ്റെ സംഘത്തിൻ്റെ ഗായല്ല, അത് ഗീതത്തിൻ്റെ ഗായാണ്. ബേസിക് മലയാളമല്ല, തെറ്റിക്കല്ലേ. പീഡനാരോപണത്തിൽ പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസിന് പിന്തുണയുമായി CPIM. ആരോപണം അടിസ്ഥാനരഹിതമെന്നാണ് CPIM കൊൽക്കത്ത ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം. രാധാകൃഷ്ണനുമായി ചേർന്നു. ആർക്കെ ശത്രുവിൻ്റെ ശത്രുമിത്രം എന്ന യുക്തിപ്രകാരമാണോ ആ പിന്തുണ പ്രഖ്യാപനം? ഇതിനെ രാഷ്ട്രീയമായിട്ട് വിലയിരുത്തുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഈ പരാതി ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള വിവാദങ്ങളെയെല്ലാം മാറ്റി വയ്ക്കാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. മാത്രമല്ല, ഈ പരാതിക്കാരിയുടെ ബന്ധു മുൻപ് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ് എന്നും ഇപ്പോൾ CPIM ജില്ലാ സെക്രട്ടറി പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഇടത്ത് ആ കടമ മാറ്റുക എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസ് ഈ ആരോപണം വഴി ലക്ഷ്യമിടുന്നത് എന്ന് പറയുന്നു. അങ്ങനെ ഗവർണർക്ക് പിന്തുണ നൽകുകയാണ് CPIM. ഈ ആരോപണം അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഉചിതമല്ല, അല്ലെങ്കിൽ അത് വാസ്തവമുള്ളതല്ല എന്ന് തങ്ങൾ വിശ്വസിക്കുന്നു എന്ന് വ്യക്തമാക്കുകയും കൂടി ചെയ്യുന്നു അദ്ദേഹം. ഓക്കെ, CV ആനന്ദബോസിനെ പിന്തുണയ്ക്കുകയാണ് അവിടുത്തെ CPM. അത് രാഷ്ട്രീയ പ്രേരിതമായ കേസാണെന്ന് CV ആനന്ദബോസിൻ്റെ വിശദീകരണം CPM ശരിവെക്കുന്നു. ബംഗാളിൽ കാക്കനാട് സ്മാർട്ട് സിറ്റി പദ്ധതി പ്രദേശത്തെ കെട്ടിട നിർമ്മാണത്തിനിടെ ഇരുമ്പ് ഫ്രെയിം തകർന്ന് അതിഥി തൊഴിലാളി മരിച്ചു. ബീഹാർ സ്വദേശി ഉത്തമാണ് മരിച്ചത്. 4 തൊഴിലാളികൾക്ക് പരിക്കുമേറ്റു. ഇന്ന് രാവിലെ 9:50 സ്മാർട്ട് സിറ്റി പദ്ധതി പ്രദേശത്ത് നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടത്തിന്റെ മുന്നിൽ സ്ഥാപിച്ച ഇരുമ്പ് ഫ്രെയിം തകർന്നു വീണ ഇരുമ്പ് തൂണുകൾക്കിടയിൽ വീണ ബീഹാർ സ്വദേശി ഉത്തം സിംഗ് മരിച്ചത്. മറ്റ് 4 പേർ അപകടമുണ്ടായുടൻ താഴേക്ക് ചാടിയതിനാൽ ഗുരുതരമായ പരിക്കേറ്റില്ല. 24 മീറ്റർ ഉയരത്തിലാണ് ഇരുമ്പ് ഫ്രെയിമുകൾ സ്ഥാപിച്ചിരുന്നത്. നിർമ്മാണത്തിൽ പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാതിരുന്നതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മാണ ജോലികൾ പൂർണ്ണമായും നിർത്തിവെച്ചു. പരിക്കേറ്റ തൊഴിലാളികളെ കാക്കനാട് സൺറൈസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൊഴിലാളികൾക്ക് ജോലിയെടുക്കാനായി നിർമ്മിച്ച സ്കഫോൾഡ് നിർമ്മാണത്തിലെ അപാകതയാണ് ഒരു തൊഴിലാളിയുടെ ജീവനെടുത്ത അപകടത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തേണ്ടത് തുടരന്വേഷണത്തിലാണ്. അരുൺ നീണ്ടൂരിനൊപ്പം S. ശ്യാംകുമാർ, 24 കൊച്ചി. ലൈംഗികാതിക്രമ കേസിൽ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു. അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരമാണ് ഇന്റർപോളിന്റെ ഇന്ത്യയിലെ ഏജൻസിയായ CBIയുടെ നടപടി.
കേസിൽ ലൈംഗിക പീഡനത്തിനിരയായവർക്ക് പരാതി നൽകാൻ അന്വേഷണ സംഘം ഹെൽപ്പ് ലൈൻ സംവിധാനം ഒരുക്കി. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ 3 തവണ നോട്ടീസ്, പിന്നാലെ ലുക്കൌട്ട് സർക്കുലർ. എന്നിട്ടും പ്രജ്വൽ രേവണ്ണ വിദേശത്ത് തുടരുകയാണ്. ഉടൻ കീഴടങ്ങുമെന്ന് JDS നേതൃത്വം പറഞ്ഞെങ്കിലും തീരുമാനത്തിൽ മാറ്റമുണ്ടായെന്നാണ് വിവരം. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പ്രജ്വൽ കീഴടങ്ങിയാൽ അത് തിരിച്ചടിയാകുമെന്ന് NDA നേതൃത്വത്തിന് അറിയാം. അതിനാൽ വോട്ടെടുപ്പിന് ശേഷം ഹാജരാകാനാണ് സാധ്യത. എന്നാൽ പ്രജ്വലിനെ പിടികൂടാൻ അടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ്. Now a blue corner notice has already been issued. So we will see, they will locate him wherever he is, and after that they procedurally whatever required or necessary, SIT will do it to bring him here. പ്രജ്വൽ രേവണ്ണ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയവരുടെ മുഴുവൻ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഭയം കാരണം പുറത്തു പറയാത്തവരാണ് കൂടുതലും. അവരെ കണ്ടെത്തി നിയമസഹായം നൽകാനാണ് ഹെൽപ്പ് ലൈൻ സംവിധാനം ഒരുക്കിയത്. അതിക്രമം നേരിട്ടവർ ധൈര്യപൂർവ്വം മുന്നോട്ട് വരണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നു. അതേസമയം പോലീസ് കസ്റ്റഡിയിലുള്ള മുൻ മന്ത്രി HD രേവണ്ണയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. 24 ബംഗളൂരു. സംസ്ഥാനത്ത് നാളെ വരെ ഉയർന്ന താപനിലയ്ക്ക് സാധ്യത എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന കാലാവസ്ഥാ പ്രവചനം. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. എന്നാൽ ബുധനാഴ്ച മുതൽ വേനൽ മഴ കിട്ടും എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തണുക്ക പെയ്യുന്ന വേനൽ മഴ ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിക്കാം. ഉണ്ടാവുമോ എന്തോ. പുതിയ പാർട്ടിയാകാൻ സംസ്ഥാനത്തെ ജനതാദൾ എസ് നേതൃത്വം. കർണാടകയിൽ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നാലെയാണ് നീക്കം. സംസ്ഥാന പാർട്ടി രൂപീകരിച്ചേക്കുമെന്ന് കേൾക്കുന്നു. ഇടതുമുന്നണിയിലെ ചെറു പാർട്ടികൾ ഒറ്റ പാർട്ടിയായി മാറണമെന്ന നിർദ്ദേശവും ചർച്ചയാകും. JDS ദേശീയ നേതൃത്വം NDAയുടെ ഭാഗമായപ്പോഴും സംസ്ഥാനത്ത് ഇടതുമുന്നണിയുടെ കൂടെ നിൽക്കാനാണ് JDS കേരള ഘടകം തീരുമാനിച്ചത്. ഇത് പ്രതിപക്ഷം വലിയ വിവാദമാക്കി ഉയർത്തിയപ്പോഴും CPM പൂർണ്ണ പിന്തുണ JDS കേരള ഘടകത്തിന് നൽകി. CK നാണു അടക്കമുള്ളവർ കേരള ഘടകത്തിന്റെ നിലപാടിനെ ചോദ്യം ചെയ്ത് പരസ്യമായി രംഗത്ത് വന്നപ്പോൾ പ്രതിസന്ധി വീണ്ടും രൂക്ഷമായി. അപ്പോഴും എന്ത് തീരുമാനമെടുക്കുമെന്ന ആശയക്കുഴപ്പം മാത്യു ടി തോമസിനും K കൃഷ്ണൻകുട്ടിക്കും ഉണ്ടായിരുന്നു. എന്നാൽ കർണാടകയിൽ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട പീഡന വിവാദം ഉയർന്നു വന്നതോടെ പുതിയ നീക്കത്തിലേക്ക് കടക്കുകയാണ് JDS കേരള ഘടകം. പുതിയ പാർട്ടി രൂപീകരിക്കാനാണ് ആലോചന. JDS NCP നേതൃത്വങ്ങൾ പ്രാഥമിക ചർച്ച തുടങ്ങി. ഇടതുമുന്നണിയിലെ ചെറുപാർട്ടികൾ ഒറ്റ പാർട്ടിയായി മാറണമെന്ന നിർദ്ദേശം ചർച്ചയാകും. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മറ്റന്നാൾ സംസ്ഥാന നേതൃയോഗം ചേരും. 24 തിരുവനന്തപുരം. അച്ചായൻ പറയാണ് ഏതോ സ്ക്രാപ്പിൽ നിന്നും ഗേജ് കുറഞ്ഞ പൈപ്പ് കൊണ്ടുണ്ടാക്കിയതായിരിക്കാം അധ്വാനിക്കാനും മരിക്കാനും അന്യസംസ്ഥാന തൊഴിലാളികൾ മാത്രം എന്ന് പറയുന്നത്. ഒരു തൊഴിലാളികൾക്ക് അവസ്ഥ ഉണ്ടായിക്കൂടെ? എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ആ സുരക്ഷാ വീഴ്ച എന്നൊക്കെ ഉള്ളത് കൃത്യമായ പരിശോധന നടക്കട്ടെ. തൃശൂർ കോടന്നൂരിൽ യുവാവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. വെങ്ങിണിശ്ശേരി ശിവപുരം സ്വദേശി മനുവാണ് മരിച്ചത്. കേസിൽ ഉൾപ്പെട്ട 3 പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇന്ന് പുലർച്ചെ 1 മണിയോടെ കോടന്നൂർ പെട്രോൾ പമ്പിന് സമീപത്തെ റോഡിലാണ് സംഭവം. 3 പേർ ചേർന്ന് മനുവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മനുവും പ്രതികളും തമ്മിൽ ഇന്നലെ രാത്രി വെങ്ങിണിശ്ശേരിയിൽ വെച്ച് തർക്കമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ചേർപ്പ് പോലീസ് എത്തി നടപടികൾ സ്വീകരിച്ചിരുന്നു. കുടുംബ പ്രശ്നങ്ങളാണ് തർക്കത്തിന് കാരണം. തുടർന്ന് രാത്രി വൈകി ഇവർ തമ്മിൽ കോടന്നൂരിലെ ബാറിൽ വെച്ചും തർക്കമുണ്ടായി. ഇതിനുശേഷമാണ് കോടന്നൂർ പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ച് വീണ്ടും സംഘർഷമുണ്ടായത്. ഇതിനിടയിലാണ് 3 പേർ ചേർന്ന് മനുവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. നാട്ടുകാരാണ് മൃതദേഹം ആദ്യം കണ്ടത്. തുടർന്ന് ചേർപ്പ് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 24 തൃശൂർ. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തയാണ്. സംസ്ഥാനത്ത് നാളെ വരെ താപനില ഉയരുമെന്ന മുന്നറിയിപ്പ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. MG പ്രതീഷ് വിവരങ്ങൾ വെച്ചിരുന്നു. പ്രതീഷ്, എന്നാലും ബുധനാഴ്ച നല്ല അത്യാവശ്യം നല്ല മിടുക്ക മഴ കിട്ടും എന്ന് പ്രതീക്ഷിക്കോ? ഹാഷ്മി, ബുധനാഴ്ചയോടുകൂടി വേനൽമഴ സജീവമാകുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്ന കാര്യം. നിലവിലെ ഒരു വേനൽ ചൂടിന് താൽക്കാലിക ആശ്വാസമാകുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് നിലവിലുള്ളത്. ചൊവ്വാഴ്ച വരെയാണ് നിലവിൽ കാലാവസ്ഥാ വകുപ്പ് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിലാണ് നിലവിൽ ഉയർന്ന താപനിലയ്ക്കുള്ള യെല്ലോ അലർട്ട് കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ തന്നെയാണ് ഇത്തവണയും ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്താനുള്ള സാധ്യത. 39 ഡിഗ്രി സെൽഷ്യസ് വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില ഉണ്ടാകുമെന്നതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. കോഴിക്കോട്, ആലപ്പുഴ,
തൃശൂർ, കൊല്ലം ജില്ലകളിലും ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുണ്ട്. ഇവിടെയും 38 മുതൽ 39 ഡിഗ്രി വരെ താപനില ഉയർന്നേക്കുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പിൽ പറയുന്നത്. ബുധനാഴ്ചയോടുകൂടി വേനൽ മഴ കൂടുതൽ ശക്തമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ബുധനാഴ്ച എറണാകുളം ജില്ലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. യെല്ലോ അലർട്ടാണ് ബുധനാഴ്ച എറണാകുളം ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വ്യാഴാഴ്ച വയനാട് ജില്ലയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റിടങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്ന കാര്യം. ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന ഒരു നിർദ്ദേശവും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഹാഷ്മി. ഓക്കെ, അപ്പോൾ ബുധനാഴ്ച മുതൽ അത്യാവശ്യം നല്ല രീതിയിൽ വേനൽ മഴ ഉണ്ടാകും എന്നതാണ് പ്രവചനം. പക്ഷേ ഈ ദിവസങ്ങളിൽ താപനിലയ്ക്ക് ഒരു കുറവ് ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, താപനില മുകളിലേക്ക് തന്നെയാണ്. ഇത് അരുൺ പറയാണ്, ഹാഷ്മി ബ്രോ, പ്രകൃതി കനിഞ്ഞ് നല്ല രീതിയിൽ മഴ പെയ്യുമ്പോൾ നമ്മൾ പറയും, ഹോ എന്തൊരു നശിച്ച മഴ, ഒന്ന് തോർന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ വെയിലും ചൂടും കടുത്തപ്പോൾ മഴയൊന്ന് പെയ്താൽ മതിയെന്നായി. മനുഷ്യൻ്റെ പ്രകൃതമാണേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ കാണാം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. കൊച്ചി പനമ്പള്ളി നഗറിൽ മാതാവ് കൊലപ്പെടുത്തി ഫ്ളാറ്റിൽ നിന്ന് വലിച്ചെറിഞ്ഞ നവജാത ശിശുവിന്റെ മൃതദേഹം സംസ്കരിച്ചു. കൊച്ചി കോർപ്പറേഷനും പോലീസും ചേർന്നാണ് സംസ്കരിച്ചത്. ഇതിനുള്ള സമ്മതപത്രം യുവതി പോലീസിന് എഴുതി നൽകിയിരുന്നു. തീരെ ചെറിയ ശവപ്പെട്ടികളാണ് ഏറ്റവും ഭാരമേറിയ ശവപ്പെട്ടികൾ എന്ന് പറയാറുണ്ട്. ശവപ്പെട്ടിക്കും ഭാരം, മനസ്സിനും വല്ലാത്ത ഭാരം. പാലക്കാട് ഒലവക്കോട് താണാവിൽ യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം. ഒലവക്കോട് സ്വദേശി ബർഷീനയ്ക്കാണ് പൊള്ളലേറ്റത്. ആക്രമണം നടത്തിയ മുൻ ഭർത്താവ് കാജ ഹുസൈനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാവിലെ 7 മണിയോടെ ഒലവക്കോട് സ്വദേശിനി ബർഷീനയുടെ ലോട്ടറി കടയിലെത്തിയ പ്രതി ചെറിയ വാഗ്വാദത്തിന് ശേഷം കയ്യിലുണ്ടായിരുന്ന കുപ്പി പുറത്തെടുത്ത് ബർഷീനയുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കുകയായിരുന്നു. സമീപത്തെ കടയിലുണ്ടായിരുന്നവർ ബർഷീന നിലത്ത് കിടന്ന് പിടയുന്നതാണ് കണ്ടത്. പ്രതിയെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചതും നാട്ടുകാർ. ലോട്ടറി അടിക്കാൻ ലോട്ടറി കട തുറന്ന് ലോട്ടറി ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു ചങ്ങാതി വന്നുകൊണ്ട് ആസിഡ്
ഒരു കുപ്പിയിൽ വെള്ളം തെളിക്കണേ. തെളിച്ച വഴിക്ക് ഞങ്ങൾ കണ്ട് ഒരു പുകച്ചിൽ കണ്ടു. അപ്പോൾ തന്നെ ഞങ്ങൾ ഓടി വന്നു. ഇവൻ അങ്ങോട്ട് ഓടി അവനെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി പോലീസിനെ വിളിച്ചു. പിന്നെയാണ് അറിയണത് അയാൾ ആ സ്ത്രീൻ്റെ ഭർത്താവാണ്. പുകച്ചിൽ കാണുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ പെൺകുട്ടിയുടെ മേലേക്ക് ആസിഡ് ഒഴിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മുഖവും പിന്നെ മുതുകും ഇതൊക്കെ മൊത്തത്തിൽ പൊള്ളിയിട്ട് ഇപ്പോൾ ഞാൻ അവരുടെ ഫസ്റ്റ് ഗ്രേഡ് എന്ന രീതിയിൽ ഇപ്പോൾ ജില്ലാ ഹോസ്പിറ്റലൊക്കെ കൊണ്ടിട്ട് എനിക്ക് 2 കുട്ടികളുണ്ട്. നേരത്തെ ബർഷീനയും തമിഴ്നാട് സ്വദേശി കാജ ഹുസൈനും ചേർന്നാണ് ലോട്ടറി കട നടത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഏതാനും നാളുകളായി ഇരുവരും അകന്നു കഴിയുകയാണ്. കാജ ഹുസൈനെ ഹേമാംബിക നഗർ പോലീസ് അറസ്റ്റ് ചെയ്തു. 24 പാലക്കാട്. ബാബു കുട്ടായ പറഞ്ഞു 16 വർഷമായ ഒരു കുഞ്ഞിനു വേണ്ടി എന്നുകൊണ്ട് ഒരു കരയുന്ന സ്മൈലി. ഇന്ദുലേഖ സുരേഷ് പറയുന്നു എത്രയോ പേർ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നുണ്ട്, അപ്പോഴല്ലേ വേണ്ടാത്തവർക്ക് വേണ്ടി ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വാർത്ത, ആ കുഞ്ഞിൻ്റെ ആ സംസ്കാരം ഒരുപാട് പേരെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അത് മനുഷ്യരായി പിറന്ന ആരെയും വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണല്ലോ അല്ലേ. കോഴിക്കോട് ICU പീഡന കേസിൽ ഡോക്ടർ KV പ്രീതിക്കെതിരായ പരാതിയിൽ പുനരന്വേഷണം നടത്താമെന്ന് IG ഉറപ്പു നൽകിയതായി അതിജീവിത. IGയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തുമെന്ന് അറിയിച്ചതായി അതിജീവിത 24നോട് പറഞ്ഞു. പോലീസ് റിപ്പോർട്ട് ഡോക്ടർ പ്രീതിക്ക് അനുകൂലമെന്ന് ആരോപിച്ച് അതിജീവിത പുനരന്വേഷണം ആവശ്യപ്പെടുന്നുമുണ്ട്. ഡോക്ടർ പ്രീതി തന്റെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തിയില്ല എന്നാണ് അതിജീവിതയുടെ പരാതി. ഇത് ആധാരമാക്കി മെഡിക്കൽ കോളേജ് ACP റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഈ റിപ്പോർട്ട് പൂർണ്ണമായും ഡോക്ടർ പ്രീതിക്ക് അനുകൂലമാണെന്നാണ് അതിജീവിതയുടെ പരാതി. ACPയുടെ റിപ്പോർട്ടിനെതിരെയാണ് അതിജീവിത IGയെ കണ്ടത്. പുനരന്വേഷണം നടത്താമെന്നും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്താമെന്നും IG ഉറപ്പു നൽകിയതായി അതിജീവിത. IG പുനരന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതെങ്കിലും നല്ല ഒരു പോലീസുകാരെ, ലോക്കൽ പോലീസ് അല്ലാത്ത ഒരു പോലീസുകാരെ വെച്ചിട്ട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം സാറ് അന്വേഷിക്കാം, സാറിന് മേൽനോട്ടത്തിൽ ഇന്ന് തന്നെ അതിന് ഓർഡർ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പരിശോധനാ സമയത്ത് ഡോക്ടർക്കൊപ്പം ഇല്ലാതിരുന്ന ജൂനിയർ ഡോക്ടറുടെ മൊഴി ഈ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ആരോപണമുണ്ട്. പ്രത്യക്ഷ സമരം കടുപ്പിച്ചതോടെ കഴിഞ്ഞ ദിവസമാണ് ഈ റിപ്പോർട്ട് അതിജീവിതയ്ക്ക് ലഭിച്ചത്. 24 കോഴിക്കോട്. അസ്ന, നവാബ്, അന്ന, ജോർജ്, ലയ, നിള, ജിയ എന്നിവരൊക്കെ നാളത്തെ ഈ കോടതിയിലെ ലീവ് എക്സ്റ്റൻഡ് ചോദിക്കുന്നുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു അറിയിപ്പുണ്ടായിട്ടില്ല. അറിയിപ്പുണ്ടാകുമ്പോൾ കൃത്യമായി നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. സുഗന്ധഗിരി വനം കൊള്ളയിൽ വീണ്ടും നടപടി. ഫ്ലൈയിങ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ MP സജീവനെയും സ്ഥലം മാറ്റി. വടകര സോഷ്യൽ ഫോറസ്റ്റിലേക്കാണ് സ്ഥലമാറ്റം. ദീപക് ധർമ്മണം. ദീപക്, അപ്പോൾ ആ മരം കൊള്ളയിൽ, മരംമുറിയിൽ നടപടികളുടെ തുടർച്ച അല്ലേ? ഹാഷ്മി, അങ്ങനെ പറയാം. വനം കൊള്ളയിൽ നടപടികളുടെ തുടർച്ച എന്ന് പറയാം. പക്ഷേ എന്നാൽ നേരത്തെ ക്യാപ്റ്റൻ ഒബൈൻ എന്ന് പറഞ്ഞ് മരവിപ്പിച്ച നടപടിയുടെ തുടർച്ചയാണ്. അതായത് ഈ MP സജീവൻ ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ നേരത്തെ DFO, അതായത് കാസർഗോഡേക്ക് സ്ഥലം മാറ്റിയ DFO ഷജ്ന A ഉൾപ്പെടെയുള്ളവരെ പഴയ ഉത്തരവ് പ്രകാരം അവരെ സസ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷേ എന്നാൽ ആ നടപടി മരവിപ്പിച്ചതിന് ശേഷം DFOയെ കാസർഗോഡേക്ക് സ്ഥലം മാറ്റി, ടെറിട്ടറിയിൽ നിന്നും സോഷ്യൽ ഫോറസ്റ്റിലേക്ക്. അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് ഇപ്പോൾ MP സജീവനെ വയനാട് ഫ്ലൈയിങ് സ്ക്വാഡ് ചുമതലയിൽ നിന്നും വടകരയിലെ സാമൂഹ്യ വനവൽക്കരണ റേഞ്ച് ഓഫീസറായി മാറ്റിയിരിക്കുന്നത്. ഏതായാലും സുഗന്ധഗിരി വനം കൊള്ളയിൽ, അതായത് 20 മരങ്ങൾ മുറിക്കാൻ വേണ്ടി പെർമിറ്റ് എടുക്കുന്നു. ജീവനും സ്വത്തിനും അപകടം എന്ന പേര് പറഞ്ഞ് ആ പെർമിറ്റിൻ്റെ മറവിൽ 100 കണക്കിന് വലിയ മരങ്ങൾ ഫോറസ്റ്റ് ഭൂമിയിൽ, വനം ഭൂമിയിൽ നിന്നും മുറിച്ച് കടത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ ഈ നടപടി വീണ്ടും തുടർ നടപടി എന്നുള്ള നിലയിൽ എത്തിയിരിക്കുന്നത്. ഹാഷ്മി. ഓക്കെ, ദീപക് ധർമ്മടമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇനിയും അതിൽ കൂടുതൽ നടപടി ഉണ്ടാവൂ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. സന്ദേശ് കാലി വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പ്രതിഷേധവുമായി തൃണമൂൽ കോൺഗ്രസ് ഇന്ന് വൈകിട്ട് റാലി സംഘടിപ്പിക്കും. സ്ത്രീകൾക്ക് നേരെ ലൈംഗികാതിക്രമമോ ബലാത്സംഗമോ നടന്നിട്ടില്ല എന്ന് BJP നേതാവിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് റാലി. നിതിൻ അംബുജൻ. നിതിൻ, അത് വലിയ രാഷ്ട്രീയ കോളക്കമുണ്ടാക്കിയ സംഭവമായിരുന്നു ഈ പീഡന പരാതികൾ. അപ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വെളിപ്പെടുത്തൽ BJP നേതാവ് തന്നെ നടത്തുമ്പോൾ എത്രത്തോളം വലിയ ആയുധം അത് TMCക്ക് കിട്ടുന്നു? അത് ഏത് രീതിയിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് TMCയുടെ ആലോചന? നിതിൻ. ഹാഷ്മി, സന്ദേശ് കാലി വിഷയത്തിൽ പൂർണ്ണമായും പ്രതിരോധത്തിലായ TMCക്ക് വീണുകിട്ടിയ ഒരു ആയുധമാണ് BJP നേതാവിന്റെ വെളിപ്പെടുത്തൽ. യൂട്യൂബ് ചാനൽ സ്റ്റിംഗ് ഓപ്പറേഷനിലാണ് പ്രാദേശിക BJP നേതാവ് ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നൽകിയിരിക്കുന്നത്. അതായത് സ്ത്രീകൾ അവിടെ ബലാത്സംഗത്തിന് ഇരകളായിട്ടില്ല, പകരം സുവേന്ദു അധികാരിയാണ് ഇത്തരം പരാതികൾക്ക് പിന്നിൽ. സ്ത്രീകൾക്ക് 2000 രൂപ വീതം, പരാതി നൽകിയ സ്ത്രീകൾക്ക് ഇത്തരത്തിൽ 2000 രൂപ വീതം പണം നൽകിയെന്നും ഈ BJP നേതാവ് യൂട്യൂബ് സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയ ഇതിൽ വെളിപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഈ വെളിപ്പെടുത്തൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ ശക്തമാക്കുകയാണ്
തൃണമൂൽ കോൺഗ്രസ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ ശക്തമായ ഭാഷയിൽ BJP-ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. BJP നടത്തിയ തിരക്കഥയുടെ ഭാഗമാണ് ഇത്തരം പരാതികളെന്ന് തെളിഞ്ഞിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ തൃണമൂൽ കോൺഗ്രസ് സന്ദേശക്കാരി ഒരു മഹാറാലി സംഘടിപ്പിക്കുകയാണ്. വൈകിട്ട് 4 മണിക്കാണ് റാലി സംഘടിപ്പിക്കുന്നത്. BJP നേതാവിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് റാലി ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. അതേസമയം തന്നെ BJP-യും ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ആയുധമാക്കുന്നുണ്ട്. പ്രധാനമായും ഡീപ് ഫേക്ക് വീഡിയോ ആണ് ഈ തൃണമൂൽ കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നത്. ഇത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് CBIക്ക് ഇപ്പോൾ BJP കത്തയച്ചിട്ടുണ്ട്. എന്തായാലും CBIയുടെ തുടർ നടപടി ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. നമുക്കറിയാം ഏറ്റവും അവസാന ഘട്ടത്തിലാണ് സന്ദേശകാലി ഉൾപ്പെടുന്ന ബാസിർഹട്ട് മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ സന്ദേശകാലി വിഷയം തന്നെയാകും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബംഗാൾ സന്ദർശന വേളയിൽ സന്ദേശകാലി വിഷയം തന്നെയായിരുന്നു ഉന്നയിച്ചത്. അതേസമയം തന്നെ സന്ദേശകാലി വിഷയം ഉന്നയിക്കുമ്പോൾ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലിൽ എന്താണ് BJP നേതാക്കളുടെ പ്രതികരണം എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി ഉന്നയിക്കുന്നത്. എന്തായാലും CBI അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ എന്താകും CBIയുടെ തുടർ നടപടി എന്നതും ഏറെ ശ്രദ്ധേയമാണ്. നിലവിലിപ്പോൾ രാഷ്ട്രീയ വിഷയമായി തന്നെ പ്രചരണ വേളയിൽ തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് സന്ദേശകാലിയിൽ തൃണമൂൽ കോൺഗ്രസ് മഹാറാലി ഇപ്പോൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. നിതിൻ അംബുജനാണ്. അപ്പോൾ സന്ദേശകാലി TMCക്ക് വലിയ രാഷ്ട്രീയമായ ക്ഷീണമുണ്ടാക്കിയ സംഭവമാണ്. അപ്പോൾ അതിലെ ഈ ലൈംഗിക പീഡന പരാതികളൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് BJP നേതാവിന് വെളിപ്പെടുത്തൽ വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്നു TMC. അവർ അത് മഹാറാലിയൊക്കെയായി അത് ആഘോഷമാക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് എന്തായാലും സംഘർഷമൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. അതിർത്തി ജില്ലകളിലെ നിർബന്ധിത സേവനത്തിൽ നിന്നും IAS-കാരെയും KS-കാരെയും ഒഴിവാക്കാൻ സർക്കാർ നീക്കം. സംസ്ഥാനത്തിലുള്ള ഫീൽഡ് വകുപ്പുകൾക്കും ജീവനക്കാർക്കും മാത്രമാകും നിർബന്ധിത സേവനം. കൂടുതൽ ആർജിത അവധി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകാനും സർക്കാർ ധാരണയിലെത്തി. കാസർഗോഡ്, ഇടുക്കി, വയനാട് എന്നീ അതിർത്തി ജില്ലകളിൽ നിയമനം ലഭിക്കുന്ന സർക്കാർ ജീവനക്കാർ സ്ഥലം മാറ്റം വാങ്ങിപ്പോകുന്ന സാഹചര്യത്തിലാണ് നിർബന്ധിത സേവനത്തിനുള്ള സർക്കാർ തീരുമാനം. ജീവനക്കാരില്ലാത്തതിനാൽ പല സർക്കാർ പദ്ധതികളും താളം തെറ്റുന്നു. ഈ ജില്ലകളിൽ നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർ 3 വർഷ കാലയളവിലേക്ക് ജില്ലകളിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കും. എന്നാൽ IAS-കാരെയും KS-കാരെയും ഇതിൽ നിന്ന് ഒഴിവാക്കാനാണ് സർക്കാർ തീരുമാനം. സംസ്ഥാന തലത്തിലുള്ള ഫീൽഡ് വകുപ്പുകൾക്കും ജീവനക്കാർക്കും മാത്രമാകും നിർബന്ധിത സേവനം. ഇതിനെതിരെ എതിർപ്പുമായി സർവീസ് സംഘടനകൾ രംഗത്തെത്തി. അതിർത്തി ജില്ലകളിലേക്കുള്ള സ്ഥലം മാറ്റം പ്രോത്സാഹിപ്പിക്കാൻ ആർജിത അവധികൾ കൂട്ടാനും സർക്കാർ തീരുമാനിച്ചു. നിർബന്ധിത സർവീസ് കാലയളവിൽ നീണ്ട അവധിയെടുത്താൽ ഈ കാലയളവ് കൂടി ജില്ലകളിൽ അധികമായി തുടരണം. ഇങ്ങനെ തുടരുന്നവർക്ക് പൊതുസ്ഥലം മാറ്റത്തിന്റെ ഭാഗമായല്ലാതെ പ്രത്യേകം സ്ഥലം മാറ്റം നൽകും. നിർബന്ധിത സേവനത്തിലുള്ളവർക്ക് ആവശ്യപ്പെടുന്ന ജില്ലകളിലേക്ക് പ്രഥമ പരിഗണന നൽകാനും തീരുമാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ട സർവീസ് സംഘടനകളുമായി ചീഫ് സെക്രട്ടറി ഈ മാസം 9-ന് ചർച്ച നടത്തും. 24 തിരുവനന്തപുരം. കാസർഗോഡ് ബേഡകത്ത് ആത്മഹത്യ ചെയ്ത ASI വിജയന്റെ സംസ്കാരം ഇന്നാണ്. കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിലും വിജയൻ ജോലി ചെയ്ത ബേഡകം സ്റ്റേഷനിലും പൊതുദർശനം നടന്നു. ആത്മഹത്യയെ ചൊല്ലി LDF-UDF തർക്കം രൂക്ഷമാവുകയാണ്. വികാരഭരിതമായിരുന്നു ബേഡകം സ്റ്റേഷനിലെ പൊതുദർശനം. സഹപ്രവർത്തകന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനിടെ പലരും വിങ്ങിപ്പൊട്ടി. പൊതുദർശനത്തിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വിജയന്റെ ആത്മഹത്യയെ ചൊല്ലി വിവാദം തുടരുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് പരാതി വ്യാജ പരാതിയല്ല. പഞ്ചായത്ത് പ്രസിഡന്റിനെ മാനസികമായും ശാരീരികമായും വളരെയേറെ ബുദ്ധിമുട്ടിച്ച കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കന്മാർക്കെതിരായിട്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി അന്വേഷണത്തിലാണ്. അത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. വിഷയം CPIM-നെതിരെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് UDF. മരണത്തിന് പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്നും അന്വേഷണം വേണമെന്നുമുള്ള ആവശ്യം സേനയ്ക്കുള്ളിലുമുണ്ട്. 24 കാസർഗോഡ്. മലപ്പുറം കുറ്റിപ്പുറത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. തവനൂർ സ്വദേശി അച്യുതാനന്ദനാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് പുൽക്കാട്ടിലെ തീ അണയ്ക്കുന്നതിനിടെ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. കുറ്റിപ്പുറം മഞ്ചാടിയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് ഇന്നലെയാണ് പൊന്തക്കാടുകൾക്ക് തീപിടിച്ചത്. തീ അണച്ചതോടെയാണ് കത്തിക്കരിഞ്ഞ നിലയിൽ തിരിച്ചറിയാനാവാത്ത വിധം യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. തവനൂർ സ്വദേശി നാലുകള്ളി അച്യുതാനന്ദനാണ് മരിച്ചതെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. മൃതദേഹം എങ്ങനെ പൊന്തക്കാടുകൾക്കിടയിൽ എത്തിയെന്നതിൽ വ്യക്തത വന്നിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം വ്യക്തമാകുമെന്ന് പോലീസ് പറഞ്ഞു. കുറ്റിപ്പുറം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 24 തിരൂർ. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ വാർത്തായാത്ര തുടരുകയാണ്. പുതുക്കിയിട്ടും ആ പ്രതിഷേധം അങ്ങനെ തുടരുകയാണ്.
ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഗതാഗത മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CITU. പുതിയ മാറ്റങ്ങൾ CITU അംഗീകരിച്ചെന്ന ഗതാഗത മന്ത്രിയുടെ വാദം തെറ്റാണെന്നും സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ലെന്നും വിശദീകരിക്കുകയാണ് CITU. പ്രതിഷേധത്തിന് പിന്നാലെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്നും മുടങ്ങി. വിവിധ സംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിലെ പുതിയ മാറ്റങ്ങൾക്ക് CITU കൈയടിച്ചു എന്നായിരുന്നു ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം 24-നോട് വ്യക്തമാക്കിയത്. മന്ത്രി പറഞ്ഞത് തെറ്റാണെന്നും മന്ത്രിക്ക് ചേർന്ന പണിയല്ല ഗണേഷ് കുമാറിൻ്റെതെന്നും ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CT അനിൽ വിമർശിച്ചു. അതൊരു കാരണവശാലും ശരിയല്ല, അത് തെറ്റായ ഒരു രീതിയാണ്. കാരണം CITU സംഘടന അംഗീകരിക്കാത്ത ഒരു കാര്യം കൈയടിച്ച് പാസ്സാക്കിയെന്ന് മാധ്യമങ്ങളിൽ കൂടെ പറയുക എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിക്ക് ചേർന്ന പണിയല്ല. സമരത്തിൽ നിന്ന് CITU പിന്മാറിയിട്ടില്ല. സംസ്ഥാന സെക്രട്ടറി ഇളമരം കരീമുമായി ഗതാഗത മന്ത്രി 23-ന് ചർച്ച നടത്തും. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്കെന്നും CITU ആവർത്തിച്ചു. സമര ആവശ്യങ്ങൾ നമ്മളെ ആവശ്യം തന്നെ, അവരെ ആവശ്യമില്ല ആവശ്യം ഒന്നു തന്നെ. ആവശ്യങ്ങൾ എല്ലാവരും സർക്കുലർ പിൻവലിക്കുക. അവർ പ്രത്യക്ഷത്തിൽ സമരം തുടരുന്നു, നമ്മൾ പ്രത്യക്ഷത്തിലുള്ള സമരം നിർത്തി. വിശദമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായി അത് മാറ്റിവെച്ചത്. അതേസമയം പ്രതിഷേധങ്ങളെ തുടർന്ന് സംസ്ഥാനത്ത് ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നില്ല. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ വാഹനങ്ങളും ടെസ്റ്റ് ഗ്രൗണ്ടുകളും വിട്ടു നൽകിയില്ല. ഇതോടെ ടെസ്റ്റിനെത്തിയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും മടങ്ങി. പുതിയ പരിഷ്കരണം പിൻവലിക്കും വരെ ബഹിഷ്കരണം തുടരുമെന്നാണ് INTUC ഉൾപ്പെടെയുള്ള യൂണിയനുകളുടെ നിലപാട്. തിരുവനന്തപുരം മുട്ടത്തറയിൽ ഒരു വിഭാഗം CITU പ്രവർത്തകരും പ്രതിഷേധിച്ചു. പ്രതിഷേധം തത്കാലം ഒഴിവാക്കാൻ സംസ്ഥാന നേതൃത്വം ഇവർക്ക് നിർദ്ദേശം നൽകി. 24 തിരുവനന്തപുരം. വർഷിപ്പ് പറയുകയാണ്, നാളെ നമ്മളെയൊക്കെ സങ്കടത്തിലാക്കിയ താനൂർ ബോട്ട് അപകടത്തിന് നീറുന്ന ഒരാണ്ട്. ആ രാത്രി 24 പകർത്തിയ വിഷ്വൽസ് ഹാഷ്മിയുടെ വാക്കുകൾ ഓർമ്മിക്കുമ്പോൾ ഇപ്പോഴും നടുക്കം മാത്രം എന്ന് പറഞ്ഞാൽ വലിയ വേദന ഉണ്ടാക്കിയ ഒരു വാർത്തയും ഒരു റിപ്പോർട്ടിംഗ് അനുഭവമായിരുന്നു അത്. എന്തായാലും നാളെ അതിൻ്റെ നീറുന്ന 1-ാം ആണ്ട് പക്ഷേ പറയുന്ന പോലെ നീറുന്ന ഒരു വർഷമാണ്. എന്തൊക്കെയാണ് അന്വേഷണത്തിൽ, എവിടെയൊക്കെയാണ് നഷ്ടപരിഹാര വിതരണം അടക്കം എന്തൊക്കെയാണെന്ന് ഉറപ്പായും ഫോളോ അപ്പുകൾ നാളെ 24-ലുണ്ട്. മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയ്ക്കുമെതിരെ കേസെടുക്കണമെന്ന് ഡ്രൈവർ യദുവിന്റെ ഹർജിയിൽ ഉച്ചയ്ക്ക് ശേഷം കോടതി വിധി പറയും. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. ബസ് തടഞ്ഞ സംഭവത്തിൽ 5 പേർക്കെതിരെ കേസെടുക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ ആക്രമണം നടത്തിയ ഭീകരരുടെ രേഖാചിത്രം പുറത്തുവിട്ടു. ഭീകരരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ പ്രതിഫലം നൽകും. അതേസമയം ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികന്റെ മൃതദേഹം സംസ്കരിച്ചു. രാധാശ്വരങ്ങളുമായി ചേർന്നു. ആർക്കെ രേഖാചിത്രത്തിലൂടെ ഇവരെ കണ്ടെത്താൻ കഴിയും എന്നതാണോ പ്രതീക്ഷ? തീർച്ചയായിട്ടും അങ്ങനെയാണ് ഹാഷ്മി കരുതുന്നത്. ഇപ്പോൾ ഏതാണ്ട് 16ഓളം പേരാണ് ഇവർക്ക് സഹായം നൽകിയ പ്രദേശവാസികൾ എന്ന രീതിയിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലുള്ളത്. അവരെ ചോദ്യം ചെയ്ത് വരികയാണ്. അവർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രേഖാചിത്രം തയ്യാറാക്കിയിട്ടുള്ളത്. 2 പേരുടെ രേഖാചിത്രങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇവരെ പിടികൂടുന്നതിന് സഹായിക്കുന്ന ഏതെങ്കിലും വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ പ്രതിഫലം നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വേഗത്തിൽ ഈ ഭീകരരെ കണ്ടെത്താനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇവർ ഒരു സംഘമായിട്ട് എത്തി എന്ന നിരീക്ഷണമാണ് ഇപ്പോഴും ഉള്ളത്. ഇതിൽ ഈ 2 പേർ ഈ മേഖലയിൽ ചിലയിടത്ത് തങ്ങുന്നുണ്ട്, ബാക്കിയുള്ളവർ വനത്തിലേക്ക് പ്രവേശിച്ചു എന്ന് ഉള്ള ഒരു നിഗമനമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് സംബന്ധിച്ചുള്ള ചില തെളിവുകളും വിവരങ്ങളും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരച്ചിൽ നടക്കുന്നത്. ആ ഘട്ടങ്ങളിലാണ് ഈ രേഖാചിത്രം ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുള്ളത്. രേഖാചിത്രം ആ മേഖലകളിൽ എല്ലായിടത്തും പതിക്കാനായിട്ടുള്ള നടപടികളും ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വേഗത്തിൽ ഈ വിവരം ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘവും സേനയും ഉള്ളത്. ഹാഷ്മി, അതേസമയം വീരമൃത്യു വരിച്ച സൈനികന് നാട് യാത്രാമൊഴിയും നൽകി അല്ലേ ആർക്കെ? അത്യന്തം ഒരു തരത്തിലും ന്യായീകരിക്കാനാകാത്ത ഒരു ആക്രമണമായിരുന്നു അത്. സൈനികരെ സംബന്ധിച്ച് അവർക്ക് വലിയ രീതിയിലുള്ള വിഷമം വൈകാരികമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടി ആയിരുന്നു. കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷത്തിനിടയിൽ 3 ആക്രമണങ്ങളാണ് ഈ മേഖലയിൽ തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ സമാധാനത്തിലേക്ക് വരുന്നു എന്ന ഘട്ടത്തിൽ പല ഘട്ടങ്ങളിലും ഈ സാധാരണക്കാരെ മറയാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത്. ഈ മേഖലയിലും സംഭവിച്ചത് അങ്ങനെ തന്നെയാണ്. ഈ കോൺവോയ് ആക്രമിക്കപ്പെട്ടു. അതിൽ ഒരു സൈനികന് വീരമൃത്യുണ്ടായി. ഒരാൾ ഇപ്പോഴും അത്യാസന്നമായിട്ടുള്ള നിലയിൽ ചികിത്സ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ വീരമൃത്യു വരിച്ച സൈനികൻ്റെ വീരോചിതമായിട്ടുള്ള ഒരു യാത്രയയപ്പാണ് സേന നൽകിയത്. ഓക്കെ, രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. നഴ്സിംഗ് പഠനം കഴിഞ്ഞാൽ 1 വർഷത്തെ നിർബന്ധിത പരിശീലനം വേണമെന്ന വാദം സുപ്രീം കോടതി തള്ളി.
നിർബന്ധിത പരിശീലനം വേണ്ട എന്ന കേരള സർക്കാർ തീരുമാനം കോടതി ശരിവെച്ചു. 4 വർഷത്തെ കോഴ്സിനിടെ 6 മാസം പരിശീലനം കിട്ടുന്നുണ്ട് എന്ന് കോടതി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ചോദ്യം ചെയ്ത് സ്വകാര്യ ആശുപത്രികൾ നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത്. സ്പോർട്സ് വാർത്ത. ഇന്ത്യൻ റിലേ ടീമുകൾക്ക് ഒളിമ്പിക്സ് യോഗ്യത. 4x400 മീറ്ററിൽ പുരുഷ വനിതാ ടീമുകൾ യോഗ്യത നേടി. പുരുഷ ടീമിനായി 3 മലയാളി താരങ്ങൾ ട്രാക്കിലിറങ്ങി. Coming down the home straight, putting the demons of yesterday behind them with Bryce Deadman, who's bringing them home a long way clear. India holding on at the moment for second ahead of Mexico. പാരീസ് ഒളിമ്പിക്സിന് ടിക്കറ്റ് ഉറപ്പിച്ച ഇന്ത്യൻ റിലേ ടീമുകൾ വിശ്വകായിക മാമാങ്കത്തിന്റെ 4x400 മീറ്റർ റിലേയിലേക്ക് പുരുഷ വനിതാ ടീമുകൾ യോഗ്യത നേടിയത് ബഹാമസിലെ നസാവുവിൽ നടന്ന ലോക അത്ലറ്റിക്സ് റിലേയിൽ. പുരുഷ വിഭാഗത്തിൽ അമേരിക്കയ്ക്ക് പിന്നിലായി 3 മിനിറ്റ് 3.23 സെക്കൻഡ് എന്ന സീസൺ ബെസ്റ്റോടുകൂടിയായിരുന്നു ഇന്ത്യൻ ഫിനിഷ്. ടീമിനായി ട്രാക്കിലിറങ്ങിയ 4-ൽ 3 പേരും മലയാളി താരങ്ങൾ. മുഹമ്മദ് അനസ് യഹിയും മുഹമ്മദ് അജ്മലും അമോജ് ജേക്കബും. തമിഴ്നാട് തിരുച്ചിറപ്പള്ളിക്കാരൻ ആരോഗ്യ രാജീവാണ് ടീമിലെ 4-ാമൻ. മലയാളിയായ നോഹ നിർമ്മൽ ടോം ടീമിന്റെ റിസർവ് താരമാണ്. റുപാൽ ചൗധരി, MR പൂവമ്മ, ജ്യോതിക, ശുഭ വെങ്കടേശൻ എന്നിവരടങ്ങിയ ടീം 3 മിനിറ്റ് 28.54 സെക്കൻഡിൽ 2ാമതായി ഫിനിഷ് ചെയ്താണ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയത്. ഇതോടെ പാരീസ് ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ യോഗ്യത നേടിയ ഇന്ത്യൻ താരങ്ങളുടെ എണ്ണം 19ആയി. ജൂലൈ 26-ന് ആരംഭിക്കുന്ന ഒളിമ്പിക്സിൽ ഓഗസ്റ്റ് 1 മുതലാണ് അത്ലറ്റിക്സ് മത്സരങ്ങൾ. സ്പോർട്സ് ഡെസ്ക് 24. IPL-ൽ പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താൻ അവസാന ശ്രമത്തിന് മുംബൈ ഇന്ത്യൻസ് ഇന്നിറങ്ങും. രാത്രി 7:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് എതിരാളികൾ. He's given it. Here we go. Full toss on the top. He's hit it. He's hit it for 6. That could be it. Mumbai qualified. അവിശ്വസനീയ തിരിച്ചുവരവുകളിലൂടെ പ്ലേ ഓഫും കിരീടവും ഒക്കെ നേടിയിട്ടുള്ളവരാണ് മുംബൈ ഇന്ത്യൻസ്. പക്ഷേ ഇത്തവണ മുംബൈ പ്ലേ ഓഫിലെത്തണമെങ്കിൽ മഹാത്ഭുതങ്ങൾ സംഭവിക്കണം. 11 കളിയിൽ 8 തോറ്റ വെറും 6 പോയിന്റുമായി അവസാന സ്ഥാനത്തുള്ള മുൻ ചാമ്പ്യന്മാർക്ക് ശേഷിക്കുന്ന 3 കളികൾ ഉയർന്ന മാർജിനിൽ ജയിച്ചാൽ മാത്രം പോരാ. മറ്റു ടീമുകളുടെ എല്ലാ മത്സരഫലങ്ങളും അനുകൂലമാകണം. സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് ഇന്ന് തോൽക്കുകയാണെങ്കിൽ പ്രതീക്ഷകളുടെ അമിതഭാരമോ ആശങ്കകളോ ഒന്നും വേണ്ട. IPL 17ാം സീസണിൽ പ്ലേ ഓഫ് കാണാതെ പുറത്താകുന്ന ആദ്യ ടീമാകും. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ടീമുണ്ടായിട്ടും തകർന്നടിയുകയായിരുന്നു ഹാർദിക് പാണ്ഡ്യയ്ക്ക് കീഴിൽ മുംബൈ ഇന്ത്യൻസ്. ഒന്നും ശരിയായില്ലെന്ന് മാത്രമല്ല, ഹാർദിക്കിന്റെ മോശം ക്യാപ്റ്റൻസിയും തിരിച്ചടിച്ചു. ഇടയ്ക്കൊന്ന് പതറിയെങ്കിലും ശക്തമായി തിരിച്ചു വന്നിരിക്കുകയാണ് പാറ്റ് കമ്മിൻസിന്റെ സൺറൈസേഴ്സ് ഹൈദരാബാദ്. രാജസ്ഥാൻ റോയൽസിന്റെ കുതിപ്പിന് തടയിട്ടായിരുന്നു കഴിഞ്ഞ കളിയിലെ ജയം. 10 കളിയിൽ 12 പോയിന്റുള്ള ഹൈദരാബാദിന് ശേഷിക്കുന്ന 4 മത്സരങ്ങളിൽ 2 ജയം മതി പ്ലേ ഓഫ് ഏറെക്കുറെ ഉറപ്പാക്കാൻ. ഹൈദരാബാദിൽ ഇരു ടീമും ഏറ്റുമുട്ടിയപ്പോൾ പിറന്നത് 523 റൺസ്. വാങ്കഡയിലും അത്തരമൊരു ബാറ്റിംഗ് വെടിക്കെട്ട് കാണാമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. സ്പോർട്സ് ഡെസ്ക് 24. അടുത്ത മാസം വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായി നടക്കുന്ന 2020 ലോകകപ്പിന് ഭീകരാക്രമണ ഭീഷണി. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡിനാണ് ഭീഷണി സന്ദേശം കിട്ടിയത്. ISന്റെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഘടകമാണ് ഭീഷണി സന്ദേശം അയച്ചതെന്നും ഇക്കാര്യം വിശദമായി പരിശോധിക്കുകയാണെന്നും വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡ് CEO അറിയിച്ചു. കായിക വേദികളിൽ ആക്രമണം നടത്തുമെന്ന് നേരത്തെ ISന്റെ ഭീഷണി ഉണ്ടായിരുന്നു. ലോകവേദികളിൽ സുരക്ഷ ശക്തമാക്കുമെന്ന് ICC അറിയിച്ചു. ജൂൺ 1 മുതൽ 29 വരെ 9 വേദികളിലായാണ് ഇത്തവണത്തെ 2020 ലോകകപ്പ്. പ്രൊഫഷണൽ കോളേജ് ലീവ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നാളെ കോളേജിലെ ലീവിൻ്റെ കാര്യം ഒരുപാട് പ്രൊഫഷണൽ ചോദിക്കുന്നുണ്ട്. ഇല്ല കേട്ടോ, അങ്ങനെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യമൊന്നും ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല. ആകുമ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അറിയിക്കാം. കാഫർ വിവാദത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ യൂത്ത് ലീഗ്. വ്യാജ പ്രചരണത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്തണമെന്നാണ് ആവശ്യം. ഈ മാസം 9-ന് SP ഓഫീസിലേക്ക് യൂത്ത് ലീഗ് പ്രതിഷേധ മാർച്ച് നടത്തും. പ്രചരണം വലിയ തോതിൽ അപകടകരമായ ഒരു പ്രവണത വളർന്നു വരികയാണ്. ഒരു ഉത്തരവാദിത്വപ്പെട്ട യുവജന സംഘടന എന്ന നിലയിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് ലീഗിൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകരയിൽ
മെയ് 9-ാം തീയതി ഒരു SP ഓഫീസ് മാർച്ച് സംഘടിപ്പിക്കുകയാണ്. അഭിജിത്ത് മുഴക്കുന്നിരുന്നു. അഭിജിത്ത്, തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേനാൾ വന്ന ആ ഏറ്റവും ഹീനമായ സ്ക്രീൻഷോട്ടിൽ ആരാണ് പിന്നിലെന്ന് കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിയുന്നില്ല. മാത്രമല്ല, യൂത്ത് ലീഗ് അവർക്ക് 10 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിക്കുന്നു. ഈ പറഞ്ഞ മുഹമ്മദ് കാസിം എന്ന ആ ചെറുപ്പക്കാരൻ തന്നെ പോലീസിലേക്ക് അങ്ങോട്ട് പോയി അന്വേഷണം ആവശ്യപ്പെടുന്നു. അപ്പോൾ ഒരു പ്രയോജനമുണ്ടാകാത്ത പശ്ചാത്തലത്തിലാണോ പ്രതിഷേധവുമായി യൂത്ത് ലീഗ് ഇറങ്ങുന്നത്? തീർച്ചയായും ഹാഷ്മി, ആ രീതിയിൽ തന്നെയാണ്. കാരണം വലിയ രീതിയിൽ ഈ വടകരയിലെ സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ തന്നെ ചർച്ചയായതാണ്. വലിയ രീതിയിൽ അത്തരത്തിൽ ഈ സോഷ്യൽ മീഡിയ വഴി ഏത് തരത്തിലാണ് വടകരയിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായതെന്നും നാം കണ്ടതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഈ കാഫിർ പരാമർശം. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ച ആ വാട്സപ്പ് ഗ്രൂപ്പിലെ ആ ഒരു സ്ക്രീൻഷോട്ട്, അതിനെ ചുറ്റിപ്പറ്റിയായിരുന്നു പിന്നീട് അവസാന നാളുകളിൽ ചർച്ചയൊക്കെ നടന്നിരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇക്കാര്യത്തിൽ സ്ഥാനാർത്ഥികൾ, UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും ഒപ്പം LDF സ്ഥാനാർത്ഥി KK ശൈലജയും നടത്തിയ പ്രതികരണങ്ങൾ, അത് ഇരുവിഭാഗങ്ങളെയും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ വയ്ക്കുന്നതായിരുന്നു, ആരോപണങ്ങൾ ഉന്നയിക്കുന്നതായിരുന്നു. ഏതായാലും ഇക്കാര്യത്തിലാണ് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് തയ്യാറായിരിക്കുന്നത്. പ്രധാനമായും ഈ ആരോപണം ഉയർന്നത് യൂത്ത് ലീഗിന്റെ പ്രവർത്തകനായ മുഹമ്മദ് കാസിമിനെതിരെയായിരുന്നു. മുഹമ്മദ് കാസിം ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ഇത്തരത്തിലൊരു സന്ദേശം പ്രചരിപ്പിച്ചു എന്നുള്ളതായിരുന്നു LDFന്റെ പ്രചാരണം. ആ രീതിയിൽ കേസെടുത്ത് ഈ മുഹമ്മദ് കാസിമിന്റെ ഫോൺ പോലീസ് പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ യൂത്ത് ലീഗ് ഇപ്പോൾ നിലവിൽ പറയുന്നത് ഇക്കാര്യത്തിൽ മുഹമ്മദ് കാസിം തെറ്റുകാരനല്ല എന്ന് പോലീസിന് ബോധ്യമായി എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ആരോപണങ്ങൾ യൂത്ത് ലീഗിനെതിരെ വരികയാണ്, മുസ്ലിം ലീഗിനെതിരെ വരികയാണ്, UDFനെതിരെ വരികയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി ആരാണ് ഇതിന് പുറകിൽ ഇത്തരത്തിലൊരു വ്യാജ സന്ദേശം ഉണ്ടാക്കിയതെന്ന് കണ്ടുപിടിക്കണമെന്നുള്ള ആവശ്യമാണ് യൂത്ത് ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഓക്കെ, അഭിജിത്ത് മുഴക്കുന്നാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ യൂത്ത് ലീഗ് ആരാണ് ആ വ്യാജ സ്ക്രീൻഷോട്ടിന് പിന്നിൽ എന്ന് കണ്ടുപിടിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. KLM ആക്സീവ് ഓഫ് ഇൻവെസ്റ്റിന്റെ കോർപ്പറേറ്റ് ഓഫീസ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ടെന്നീസ് താരം സാനിയ മിർസ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. വിശാല സൗകര്യങ്ങളോട് കൂടിയ പുതിയ കോർപ്പറേറ്റ് ഓഫീസിൽ നിന്നാകും KLM ആക്സീവ് ഓഫ് ഇൻവെസ്റ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുക. 5 നിലകളിലായി പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് ഓഫീസിൽ KLM അരീന, മാനേജ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്റർ തുടങ്ങിയ വിവിധ ഡിവിഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. എൻ്റെ പ്രിയങ്കരനായ സ്നേഹിതനും സഹപ്രവർത്തകനും കൂടിയായ ശ്രീ ഷിബു തെക്കുമുറത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ മഹിതമായ സംരംഭം അതിൻ്റെ 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് അതിന് മനോഹരമായ ഗാംഭീര്യമുള്ള ഒരു കോർപ്പറേറ്റ് മന്ദിരം ഉണ്ടാവുകയാണ്. ടെന്നീസ് താരം സാനിയ മിർസ മുഖ്യാതിഥിയായിരുന്നു. തെരഞ്ഞെടുത്ത മികച്ച ടെന്നീസ് പ്രതിഭകൾക്ക് കളി ഉപകരണങ്ങൾ നൽകുന്ന എയ്സ് പദ്ധതിക്കും തുടക്കമായി. വിദേശ രാജ്യങ്ങളിലും KLM ആക്സീവ് ഓഫ് ഇൻവെസ്റ്റിന്റെ സേവനം ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതികൾ ആരംഭിച്ചതായി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിബു തെക്കുപുറം പറഞ്ഞു. വലിയ ലക്ഷ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അടുത്ത ഒരു 3 വർഷത്തിനകം ബ്രാഞ്ചുകളുടെ എണ്ണം 2000 ഉയർത്തിക്കൊണ്ട് രാജ്യത്തുടനീളം KLM ആക്സീവയുടെ സാന്നിധ്യം ഉറപ്പിക്കുവാനുള്ള വലിയ തയ്യാറെടുപ്പിലാണ് മുന്നോട്ട് പോകുന്നത്. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന TKA നായർ, KLM ആക്സീവ ചെയർമാൻ TP ശ്രീനിവാസൻ എന്നിവർ ആശംസകൾ പറഞ്ഞു. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. കൊച്ചി മേയർ അനിൽകുമാർ, ഉമാ തോമസ് MLA എന്നിവർ വിശിഷ്ടാതിഥികളായി. 24 കൊച്ചി. അപകടത്തിൽ മരിച്ച സഹപാഠിക്കായി വീടൊരുക്കി വിദ്യാർത്ഥികൾ. മലപ്പുറം കൊണ്ടോട്ടി EMA കോളേജിലെ വിദ്യാർത്ഥികളാണ് ഈ സൽപ്രവൃത്തിക്ക് പിന്നിൽ. 4 മാസം കൊണ്ടാണ് പ്രിയ സുഹൃത്തിനായി കൂട്ടുകാർ സ്വപ്നഭവനം ഒരുക്കിയത്. അപ്പോൾ ആ വാർത്തയോടുകൂടി നമ്മുടെ ഈ വാർത്തായാത്ര, ഉച്ച വാർത്തായാത്ര തൽക്കാലം അവസാനിക്കും. നമ്മൾ കാണുന്ന രാത്രി വൈകിട്ട് 8 മണിക്ക് എൻകൗണ്ടറിലാണ്. അത് ആ റിപ്പോർട്ടിന് ശേഷം പുതിയ പരിപാടിയാണ്. സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലേക്ക് 24ന്റെ പുതിയ കാൽവെപ്പാണത്. റൈഡിംഗ് റിപ്പോർട്ടർ എന്നാണ് അതിൻ്റെ പേര്. പ്രജിൻസി കാണാൻ ചേരും. അപ്പോൾ ഇന്നു മുതൽ പോലീസ് ഡയറി 2:30. ഗുഡ് ബൈ. 6 മാസം മുമ്പാണ് കൊണ്ടോട്ടി EMA കോളേജിലെ വിദ്യാർത്ഥികളായ അസ്ലം, അർഷാദ് എന്നിവർ വാഹനാപകടത്തിൽ മരിച്ചത്. അസ്ലമിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി വീട്ടിലെത്തിയപ്പോഴാണ്
വീടിന്റെ ദയനീയാവസ്ഥ സഹപാഠികൾക്ക് ബോധ്യമായത്. തന്റെ വീടിനെക്കുറിച്ച് ഒരാളോടും അസ്ലം ഒരു സങ്കടവും പറഞ്ഞിരുന്നില്ല. പ്രിയ സഹപാഠിയുടെ വിയോഗം നീറുന്ന ഓർമ്മയായി തുടരുമ്പോഴും അടച്ചുറപ്പുള്ള അവന്റെ വീടെന്ന സ്വപ്നം മാനേജ്മെന്റും സുഹൃത്തുക്കളും ചേർന്ന് യാഥാർത്ഥ്യമാക്കി. 7 ദിവസം കൊണ്ട് തന്നെ ഈ വീടിനുള്ള ഫണ്ട് കണ്ടെത്തുകയും 3 മാസം കൊണ്ട് പണി പൂർത്തീകരിച്ച് ആ ഫാമിലിക്ക് ഇപ്പോൾ വീട് കൈമാറിയിരിക്കുകയാണ്. വളരെയധികം വിദ്യാർത്ഥികളെല്ലാം നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെയും സ്റ്റാഫിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ഈ കാര്യം നിർവഹിച്ചിട്ടുള്ളത്. സഹപാഠിയുടെ സ്വപ്നം പൂർത്തീകരിച്ചെങ്കിലും പുതിയ വീട്ടിൽ അവനില്ല എന്നത് ചടങ്ങിൽ കൂടിയവരുടെ കണ്ണു നിറച്ചു. വീടിന്റെ താക്കോൽദാനം EMEA സ്ഥാപനങ്ങളുടെ പ്രസിഡന്റ് പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. 20 ലക്ഷം രൂപ ചെലവിൽ 4 മാസം കൊണ്ടാണ് വീടൊരുക്കിയത്. സമീർ ബിൻ കരീം, 24, തിരൂർ.